കൂട്ടുകാരെ, എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെട്ടോ? ദേ ഇപ്പൊ എന്നെ നോക്കിയേ, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രൂപത്തിലായോ ഞാൻ? പിന്നല്ലാതെ ഇതിനെ കണ്ട കുട്ടിച്ചാത്തനാണെന്ന് തോന്നിയില്ല. ഹൗ എന്റെ അമ്മോ, ഇപ്പളാ ഞാനൊന്ന് ശ്വാസം നേരെ വിട്ടത്. അതെ അതെ, ഇവരുടെയൊക്കെ വിചാരം കുട്ടിച്ചാത്തൻ വലിയ എന്തോ സംഭവമാണ്. അല്ല, ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും അങ്ങനെ തന്നെ കരുതിയിരുന്നേ. അതെ അതെ, അപ്പുകുട്ടനും ആദ്യം ഒന്ന് പേടിച്ചു. എന്തിനാ കൂട്ടുകാരെ നിങ്ങൾ എന്നെ കണ്ട് പേടിക്കുന്നത്? നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യില്ല. കാരണം നിങ്ങളാണ് എന്നെ ഈ പെട്ടിയിൽ നിന്ന് മോചിപ്പിച്ചത്. ഒരുപാട് കൊല്ലങ്ങളായി ഞാൻ ആ ദുഷ്ടൻ മന്ത്രവാദിയുടെ വലയിൽ വീണിട്ട്. അയ്യോ പാവം കുട്ടിച്ചാത്തൻ. കൂട്ടുകാരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊരു പെട്ടിക്കകത്തോ ബോക്സിനകത്തോ ആരെങ്കിലും ഇട്ട് കുറേ കാലം അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ദേഷ്യം വരുമോ ഇല്ലയോ? അതിന് ദേഷ്യം വരാൻ പോയിട്ട് ഞങ്ങൾ ജീവൻ തന്നെ ഉണ്ടാവില്ല. അതെ അതെ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവില്ല, പക്ഷേ എനിക്ക് ജീവൻ ഉണ്ടെന്ന് മാത്രം. ഈ പെട്ടിക്കകത്ത് ഞാൻ ഒരുപാട് യാതനകളും ബുദ്ധിമുട്ടുകളും സഹിച്ചു. എത്ര കാലം ഇതിനകത്ത് ഇനിയും കഴിയേണ്ടി വരുമോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ വരവ്. നിങ്ങൾ ഈ ബംഗ്ലാവിലേക്ക് വരുന്നതും ഇതിന്റെ അകത്തേക്ക് കയറുന്നതെല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഓഹോ, അപ്പൊ കുട്ടിച്ചാത്തൻ ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നോ? പിന്നെ എനിക്ക് എല്ലാതും കേൾക്കാം. നിങ്ങൾ എല്ലാവരും പറയുന്നതെല്ലാം ഞാൻ ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, കാരണം ഞാൻ ഈ ബോക്സിനകത്തായി പോയില്ലേ. അപ്പൊ ഞങ്ങൾ ഈ ബോക്സ് തുറന്നില്ലായിരുന്നെങ്കിൽ കുട്ടിച്ചാത്തൻ ഇതിനകത്ത് തന്നെ ഒരുപാട് കാലം കഴിയേണ്ടി വന്നേനല്ലേ? അതെ അതെ, ഞാൻ നിങ്ങൾ ഈ ബോക്സ് ഒന്ന് തുറന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നിങ്ങൾ ഇവിടുത്തെ ശബ്ദങ്ങളൊക്കെ കേട്ട് ഭയന്ന് വിറച്ച് തിരികെ പോകുമെന്നാണ് ഞാൻ കരുതിയത്. എന്തോ എന്റെ ഭാഗ്യം കൊണ്ടാണ് നിങ്ങൾക്കിത് തുറക്കാനും കഴിഞ്ഞത്. അയ്യോ, ഞാൻ ഒരുപാട് തവണ അപ്പുകുട്ടനോട് പറഞ്ഞു നമുക്ക് തിരികെ പോകാം എന്ന്. പാവം കുട്ടിച്ചാത്തൻ ഇത് തുറക്കുന്നതും കാത്തിരിക്കായിരുന്നല്ലേ. അതെ കൂട്ടുകാരെ, നിങ്ങളാണ് എന്നെ പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ആട്ടെ, നിങ്ങളൊക്കെ പേരെന്താ? ഞാനൊന്ന് കേൾക്കട്ടെ. എന്റെ പേര് അപ്പുകുട്ടൻ. എന്റെ പേര് അമ്മുക്കുട്ടി. ഞാൻ കുഞ്ഞുമോള്. ഞാൻ ചിന്നുമോള്. വാവ്, നല്ല പേരാണല്ലോ എല്ലാവരുടെയും. കൂട്ടുകാരെ, നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണം. ഇവിടെ അധിക നേരം നിൽക്കാൻ കഴിയില്ല. ആ മന്ത്രവാദി എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയിരിക്ക. തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടണം. അയാളുടെ കണ്ണിൽ നിങ്ങളെ കണ്ടാൽ നിങ്ങൾക്കും ആപത്താണ്, എനിക്കും ആപത്താണ്. നിങ്ങളാണ് എന്നെ മോചിപ്പിച്ചതെന്നറിഞ്ഞാൽ അയാൾ നിങ്ങളെ ഒരിക്കലും വെറുതെ വിടില്ല. അയാൾ നിങ്ങളെയും ഉപദ്രവിക്കും. മാത്രമല്ല എന്നെ വീണ്ടും ഈ പെട്ടിക്കകത്തേക്ക് ആക്കും ചെയ്യും. അയ്യോ, എങ്കിൽ നമുക്ക് വേഗം പോകാം. അതെ അതെ, ശരിയാ, വേഗം പോകാം. എന്റെ ദൈവമേ, എന്റെ കൈയും കാലും വിറക്കുന്നേ. അയാൾ വരുന്നതിന് മുമ്പ് നമുക്ക് എളുപ്പം സ്ഥലം വിടണം. എങ്കിൽ അതെ അതെ, വേഗം നമുക്ക് വീട്ടിലേക്ക് പോകാം. ഹൗ എന്റെ ദൈവമേ, ഇപ്പഴാ ഒരു സമാധാനം കിട്ടി. എന്റെ കുട്ടിച്ചാത്താ, എന്താ ആ ബംഗ്ലാവ്? അത് കാണുമ്പോ തന്നെ പേടിയാവും. ദേ, ഈ അപ്പുകുട്ടൻ നിർബന്ധിച്ചോണ്ടാ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നത് തന്നെ. ഇവന്റെ ഒരു ധൈര്യം സമ്മതിക്കണം. അതെ അതെ, ഞാനും പേടിച്ച് വീണില്ലെന്നേ ഉള്ളൂ. പിന്നെ ആകെ സമാധാനം കിട്ടിയത് കുട്ടിച്ചാത്തനെ കണ്ടിട്ടാ. നിങ്ങൾ ഇങ്ങനെ കുട്ടിച്ചാത്താന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രഹസ്യങ്ങളെല്ലാം പുറത്തറിയും. മാത്രല്ല, ഈ കുട്ടിച്ചാത്തന്റെ പേര് കേട്ടാൽ എല്ലാവരും പേടിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് കുട്ടിച്ചാത്തന് ഒരു പേരിടണം. അതെ അതെ, ഈ കുട്ടിച്ചാത്തന് ഒരു ശരിയായ പേരല്ല. നമുക്ക് നമ്മളിൽ ഒരാളാണെങ്കിൽ കുട്ടിച്ചാത്തന് നല്ലൊരു പേര് തന്നെ വിളിക്കണം. അല്ല കുട്ടിച്ചാത്തന് ഇഷ്ടമുള്ള പേര് പറ, നമുക്ക് അതിടാം. എന്റെ കൂട്ടുകാരെ, എനിക്കങ്ങനെ ഇഷ്ടമുള്ള പേരൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ രൂപത്തിൽ തന്നെ വന്നത്. ശരിക്കും എന്റെ രൂപം ഇതൊന്നുമല്ല. ഇപ്പൊ കുട്ടിച്ചാത്തന്റെ രൂപം ഇതൊന്നും അല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇങ്ങനെ കാണാനാ കുട്ടിച്ചാത്തന് ഇഷ്ടം. എന്നാലൊരു പേര് വേണല്ലോ, നല്ലൊരു അടിപൊളി പേര്. എങ്കിൽ നിങ്ങൾ തന്നെ പറ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് തന്നെ നിങ്ങൾ വിളിച്ചോളൂ. കുട്ടിച്ചാത്തന് ഇപ്പൊ എന്ത് പേര് വിളിക്കും? നമുക്ക് ആന്റപ്പാന്ന് വിളിച്ചാലോ? എന്ത് ആന്റപ്പനോ? അതെന്ത് പേരാടി? അല്ലെങ്കിൽ തന്നെ നീ ഇവന്റെ മുഖത്തേക്കൊന്ന് നോക്കേ. ഇവന് നമ്മൾ എങ്ങനെ ആന്റപ്പാന്ന് വിളിക്കും? കേൾക്കുമ്പോ തന്നെ ചിരി വരുന്നു. അതെ അതെ, കേൾക്കുമ്പോ തന്നെ ചിരി വരുന്നുണ്ട്. ആ പേരൊന്നും ശരിയാവില്ല. പിന്നെന്ത് വിളിക്കും? നിങ്ങൾ പറ. നമുക്ക് ഇവനെ കുട്ടാപ്പി എന്ന് വിളിച്ചാലോ? കുട്ടാപ്പി. കുട്ടാപ്പി എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കുട്ടിച്ചാത്തൻ കുട്ടാപ്പി. അയ്യോ, അത് വേണ്ട. പിന്നെ വേറെ എന്താ വിളിക്കുക? അജുക്കുട്ടൻ. അജുക്കുട്ടൻ എങ്ങനെയുണ്ട്? അജുക്കുട്ടൻ, അത് അടിപൊളിയാണ്. ഇനി ഇത് നമുക്ക് ഉറപ്പിക്കാം, അജുക്കുട്ടൻ. അത് മതി. ഹായ് അജുക്കുട്ടൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി മുതൽ നിന്റെ പേര് അജുക്കുട്ടൻ. ഇനി ആരും ഇവനെ മറന്നുപോയി കുട്ടിച്ചാത്തൻ എന്ന് വിളിക്കരുത്, പ്രത്യേകിച്ച് പുറമേയുള്ളവരുടെ മുന്നിൽ. എല്ലാരും കേട്ടല്ലോ? കേട്ടു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ കൂട്ടുകാർക്ക് എന്ത് കഴിക്കാനാണ് ആഗ്രഹം? ഒന്ന് പറഞ്ഞേ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാനാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഇനി നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്ത് കഴിക്കാൻ ആഗ്രഹം വന്നാലും അത് എന്നോടൊന്ന് പറഞ്ഞാൽ മതി. സെക്കൻഡുകൾക്കകം നിങ്ങൾക്ക് ഞാനത് എത്തിച്ചു തരും. എന്ത്? ഞങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ സെക്കൻഡുകൾക്കകം അത് എത്തിച്ചു തരുന്നോ? അതേന്നേ, നിങ്ങൾക്ക് ഇപ്പൊ കഴിക്കാൻ എന്താ ആഗ്രഹം? നിങ്ങളൊന്ന് പറഞ്ഞേ. അയ്യോ എന്റെ അമ്മേ, അതെങ്ങനെ സാധിക്കുന്നു? ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു സാധാരണ കുട്ടിയല്ല. എനിക്ക് കുറച്ച് മായാജാലങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുള്ള എന്ത് നിങ്ങളിപ്പോ പറഞ്ഞോ, ഞാനത് സാധിച്ചു തരും. അയ്യോ എന്റെ അമ്മേ, പറ, നിങ്ങൾ പറ.
കഴിക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ എന്നോടൊന്ന് പറഞ്ഞേ. എന്റെ ദൈവമേ, കഴിക്കാനിപ്പോ നല്ല ചൂടുണ്ട്. നമുക്ക് ഒരു ഐസ്ക്രീം പറഞ്ഞാലോ? ഓഹോ, ഐസ്ക്രീം വേണോ? കൂട്ടുകാരെ, നിങ്ങളൊന്ന് കണ്ണടച്ചേ. നീ ഒന്ന് കണ്ണു തുറന്നു നോക്കിയേ. അയ്യോ, എന്റെ കയ്യിൽ എന്താ ഇത്? ഐസ്ക്രീമോ? അയ്യോ, എന്റെ കയ്യിൽ ഐസ്ക്രീം. എന്റെ ദൈവമേ, എന്റെ കയ്യിൽ ഐസ്ക്രീം. ദേ നോക്കിയേ, എന്റെ കയ്യിലുണ്ട്. അതെ അതെ, എല്ലാവരുടെ കയ്യിലും ഐസ്ക്രീം ഉണ്ട്. അത് ഞാൻ എന്റെ കൂട്ടുകാർക്ക് തന്ന സമ്മാനാണ്. എന്റെ ആദ്യത്തെ സമ്മാനം. ഇനി നിങ്ങൾ വയറ് നിറച്ച് കഴിച്ചോ. ഇത് മാത്രല്ല, ഇനി നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നിങ്ങൾക്ക് ഞാൻ സാധിച്ചു തരും. അയ്യോ, എന്റെ അമ്മേ, രക്ഷപ്പെട്ടു. അയ്യോ, എന്താഗ്രഹം പറഞ്ഞാൽ സാധിച്ചു തരുമോ? സാധിച്ചു തരുന്ന്. എങ്കിൽ ഇവനെയും കൊണ്ട് സ്കൂളിലേക്കൊന്ന് പോണം. അതെന്താ സ്കൂളിൽ? സ്കൂളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെ അതെ, ഇനി ഏതായാലും നമ്മൾ ഇവനെയും കൊണ്ട് കളിക്കും. പിന്നെ അല്ല, എപ്പോ കളിക്കുന്നു ചോദിച്ചാ പോരെ. കൂട്ടുകാരെ, നിങ്ങൾ ഐസ്ക്രീം കഴിക്കും, എന്നിട്ട് ടേസ്റ്റ് എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് പറയും. എന്തൊരു ടേസ്റ്റായി ഐസ്ക്രീമിന്. അതെ അതെ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവനെ കിട്ടിയത് ഏതായാലും നമുക്കൊരു ഭാഗ്യമായല്ലേ അപ്പുക്കുട്ടാ. പിന്നല്ല, നമ്മുടെ ടൈം തെളിഞ്ഞെന്ന് തോന്നുന്നടി. എന്റെ കൂട്ടുകാരെ കൊണ്ട് ഞാൻ തോറ്റു.